റിലേഷൻഷിപ്പ് ബ്രേക്കായി അതിനകത്തുനിന്ന് കരകയറാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പം ഗെറ്റിംഗ് പാസ്റ്റ് യുവർ ബ്രേക്കപ്പ് എന്ന പുസ്തകത്തിൽ സൂസൻ ജെ എലിയറ്റും പറയുന്നത് എങ്ങനെ അതിനെ മറികടക്കാമെന്നുള്ളതാണ്. ഒരു ബ്രേക്കപ്പ് ആയി എന്ന് ഉറപ്പായെങ്കിൽ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി എന്ന് ഉറപ്പാണെങ്കിൽ, പിന്നെ അതിൻ്റെ പെയിനിൽ ജീവിക്കുക, ട്രോമയിൽ ജീവിക്കുക, അതിൻ്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെയാകുക, പിന്നെ ഡിപ്രഷൻ ഉണ്ടാകുക, ഇതെല്ലാം തീർച്ചയായിട്ടും വളരെയധികം അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെങ്ങനെ മറികടക്കാമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമോഷണൽ ഹീലിംഗ്. കാരണം ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വൈകാരികമായി നമ്മെ വളരെയധികം വേദന ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായി നമുക്ക് സൗഖ്യമുണ്ടാകൽ, ഹീലിംഗ് ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ്. രണ്ടാമത്, സെൽഫ് റീബിൽഡിങ്. ഒരു ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നാം ഒരുപക്ഷെ തളർന്നു പോയിട്ടുണ്ടാകാം, ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിട്ടുള്ളതായിരിക്കാം. പക്ഷെ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് സെറ്റിംഗ് ബൗണ്ടറീസ്. നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇനി എന്തെല്ലാം ബൗണ്ടറീസാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് വിശദമായിട്ട് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സൂസൻ ജി എലിയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു അനുഭവത്തിലൂടെ കടന്നുപോയ ആളാണ്. അപ്പോൾ അവർ പറയുകയാണ്, അക്സെപ്റ്റ് ഇറ്റ്. ഇത് അങ്ങനെയാണ് എന്ന് ഉറപ്പാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രമേ, ഇനി റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല, ഈ ബന്ധം എന്നേക്കുമായി അവസാനിച്ചു എന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് ഇത്തരം ചിന്തകൾ പിന്തുടരേണ്ടത്. അപ്പോൾ അത് ഉറപ്പായെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമല്ല ഉള്ളത്. അത് നെഗ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സപ്രസ് ചെയ്യേണ്ടതുമായിട്ട് ആവശ്യമില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക. അതെ, ഈ ബന്ധം തീർന്നിരിക്കുന്നു. അല്ലാതെ ഇനിയും അത് ഹോപ്പ് ചെയ്തുകൊണ്ട്, ഇനിയും അതിന്മേൽ ചിന്തിച്ചുകൊണ്ട്, ഇനിയും തിരിച്ചു വരുമെന്ന് ചിന്തിച്ചുകൊണ്ട്, ഇനിയും നന്നാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ആശയം അല്ല വേണ്ടത്. അത് അംഗീകരിക്കുക, അക്സെപ്റ്റ് ഇറ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പുസ്തകം പറയുന്നത് നോ കോണ്ടാക്ട് റൂൾ. തീരുമാനിച്ചുവെങ്കിൽ ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. റീബൗണ്ട് ചെയ്യാൻ എന്നുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹം, അവരെ വീണ്ടും വിളിക്കാൻ തോന്നുക, അവരുടെ ഫോട്ടോകൾ കാണാൻ ശ്രമിക്കുക, അവരുടെ പഴയ വീഡിയോസും അവരുമായുള്ള സംഭാഷണങ്ങളുമെല്ലാം വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുക, അവർ വിളിക്കാത്തതുകൊണ്ട് വിഷമം തോന്നുക, അവരെ വിളിക്കാൻ ആഗ്രഹിക്കുക, ഇതെല്ലാം സ്വാഭാവികമാണ്. അപ്പോൾ നോ കോണ്ടാക്ട് ഉള്ളൊരു മിനിമം 60 ദിവസമെങ്കിലും ഒരു കാരണവശാലും ഇനി അവരുമായി സംസാരിക്കുകയോ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുകയോ അവരുമായ ഒരു കാര്യങ്ങളിലും ഇടപെടുകയോ ചെയ്യുകയില്ല എന്ന് ഉറപ്പാക്കുക. അത് ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും ശബ്ദം കൊണ്ടും ഒന്നും. ഇത് പറയുമ്പോൾ വളരെയധികം ഇംപ്രാക്ടിക്കൽ അല്ല, വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണത്, ഇത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ നോ കോണ്ടാക്ട് റൂൾ ശരിക്കും അപ്ലൈ ചെയ്യാൻ കാരണം, ഈ ടോക്സിക് ആയ റിലേഷൻഷിപ്പിലൂടെ പലപ്പോഴും പലർക്കും ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയില്ല. അത്രമാത്രം ബന്ധം ശക്തമായിരിക്കും. ഈ സമയത്ത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഗെയിം തന്നെയാണ് നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. കാരണം കുറേ നാൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ, കാണാതിരുന്നു കഴിഞ്ഞാൽ, വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ, അടുത്തിടപെടാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ബന്ധങ്ങളെയും ശക്തി കുറയും. അപ്പോൾ ഒരു ഡിപ്രഷനെ മറികടക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള അവസ്ഥകളെ മറികടക്കാനായിട്ടാണ് ഈ നോ കോണ്ടാക്ട് റൂൾ പറയുന്നത്. ഒരു കാരണവശാൽ വിവാഹ ബന്ധത്തിലുള്ളവർ, നന്നായി സൗഹൃദം മെനഞ്ഞിട്ടുള്ളവർ ഒരു ഗെയിമായി മറ്റുള്ളയാളെ ശിക്ഷിക്കാനായിട്ട് നോ കോണ്ടാക്ട് റൂൾ ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമത് പറയുന്ന കാര്യമാണ് റിക്ലെയിം യുവർ ഐഡന്റിറ്റി. കാരണം പലപ്പോഴും ഈ ബ്രേക്കപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണാറുള്ളത്, ആളുകൾ തങ്ങളെ തന്നെ അങ്ങ് മറന്നുപോകും, തങ്ങളുടെ വ്യക്തിത്വത്തെ മറന്നുപോകും. ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കുക, ചിലർ സോഷ്യൽ മീഡിയ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, ചിലർ മദ്യപിക്കുക, കഞ്ചാവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യുക. ഇങ്ങനെ സ്വന്തത്തെ മറന്നുകൊണ്ട് ആളുകൾ വളരെയധികം ക്ഷീണിക്കുകയും അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്ത് ഒബീസ് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ഒരു ചിന്ത വേണം. അതുകൊണ്ട് ഒരിക്കലും സ്വന്തത്തെ മറന്നുകൊണ്ട്, സ്വന്തം അവസ്ഥയെ മറന്നുകൊണ്ട് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കുക. എനിക്ക് അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് നിലനിൽക്കണമെങ്കിൽ എൻ്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി റീക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും നമ്മുടെ സെൽഫിനെ നഷ്ടപ്പെടുത്താൻ ഇടയാകരുത്. നമ്മുടെ ആരോഗ്യമാകാം, മാനസികാരോഗ്യമാകാം, ശാരീരിക ആരോഗ്യമാകാം, നമ്മുടെ വ്യക്തിത്വമാകാം, ഇതിനെ കളയാതെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
നാലാമത്തെ കാര്യമാണ് ഹീലിംഗ് ത്രൂ ആക്ഷൻസ്. പലപ്പോഴും ആളുകൾ വിചാരിക്കും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഹീലിംഗ് ആകുമെന്ന്. ഒന്നാമത്തെ കാര്യം, ഇത് ഹീലാവാൻ സമയമെടുക്കുന്ന ക്ഷമ ആവശ്യമാണ്. രണ്ടാമത്, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് സോൾവ് ആകുകയില്ല. അതിന് ആക്ഷൻ തന്നെ ആവശ്യമാണ്. അപ്പോൾ അവിടെ പറയുന്നത് എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ഷൻസ് ആവശ്യമാണ്. അത് ഫിസിക്കൽ എക്സസൈസ് ആയിരിക്കാം, ജിമ്മിൽ പോകുന്നതായിരിക്കാം, മെഡിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം, പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കാം, ചെറിയ ചെറിയ പുതിയ ഗോളുകൾ കൊണ്ടുവരുന്നതായിരിക്കാം. അങ്ങനെ ആക്ഷൻസിലൂടെ, എൻഡോർഫിൻ പ്രൊഡക്ഷനിലൂടെ തന്നെ നമുക്ക് ഈ അവസ്ഥയെ മറികടക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒന്നാമത് അക്സെപ്റ്റ് ചെയ്യുക, ഇത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് തെറ്റിപ്പോയത്, എന്തൊക്കെ നന്നാക്കാൻ സാധിക്കുന്നത്, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ എങ്ങനെ നന്നാക്കുവാൻ സാധിക്കും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് എഴുതുക, റിഫ്ലക്റ്റ് ചെയ്യുക, ജേർണൽ ചെയ്യുക. രണ്ട്, നോ കോണ്ടാക്ട് റൂൾ. ഒരു കാരണവശാലും കാണുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ നോക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുക, ചുരുങ്ങിയത് 60 ദിവസം. റീക്ലെയിമിംഗ് ഐഡന്റിറ്റി, സ്വന്തമായി സെൽഫ് കെയർ ചെയ്യുക. 4, ആക്ഷൻസ് ചെയ്യുക. ഹീലിംഗ് ആക്ഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, സമയമെടുത്ത് ചെയ്യുക. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ബ്രേക്കപ്പ് വിൽ ഓഫ് റൈറ്റ് എന്ന്. ഇനിയൊരു ബന്ധമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ഇതിനെ നേരിടേണ്ടത്? ഇപ്പോൾ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ നാം അതിൽ നിന്ന് ചില ആളുകളെ മനസ്സിലാക്കും, അതല്ലെങ്കിൽ നാം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്താണ് ഞാൻ ലേൺ ചെയ്തത്, ഞാൻ എവിടെയാണ് മാറ്റേണ്ടത്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. റീബൗണ്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ നോ കോണ്ടാക്ട് റൂൾ വളരെ ശക്തമായി തന്നെ പിന്തുടരേണ്ട ആവശ്യമാണ്. പിന്നീട് ഫോർഗീവ് ചെയ്യാൻ കഴിയണം. പലർക്കും സംഭവിക്കുന്നത്, ഇനി ഇയാൾക്ക് എങ്ങനെ പണി കൊടുക്കാം, എങ്ങനെ റിവെഞ്ച് ചെയ്യാം, അയാളെക്കുറിച്ച് ദോഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോർഗീവ് ചെയ്യാൻ തയ്യാറ്, അത് അക്സെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൾ പറ്റിച്ച് കാണും, ചതിച്ച് കാണും, തേച്ചൊട്ടിച്ച് കാണും, പക്ഷേ അത് മറക്കുവാനും ക്ഷമിക്കുവാനും സാധിച്ചാൽ മാത്രമേ ഹീലിംഗ് നടക്കുകയുള്ളൂ. കാരണം ഇനിയും നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഒരാളുടെ സഹായത്തിലല്ല നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഐഡന്റിറ്റി ആവശ്യമാണ്. ഫോർഗീവ് ചെയ്യുന്നതോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ശരിയാണ്, നമ്മുടെ വേദന വേറെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കും, നമ്മുടെ ദുഃഖം ആർക്കും അറിയുവാനായിട്ട് സാധിക്കില്ലായിരിക്കും. അതുകൊണ്ട് ഫോർഗീവ് ചെയ്യുക എന്ന് പറയുന്നതും മറക്കുക എന്ന് പറയുന്നതും പ്രായോഗികമല്ല എന്നറിയാമെങ്കിൽ കൂടെയും ഈ ജേർണലിങ്ങിലൂടെയും റിഫ്ലക്റ്റിങ്ങിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലെയും, ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം, പെറ്റ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ വീടുണ്ടാകാം, ജോലി ഉണ്ടാകാം, ഫ്രണ്ട്സ് ഉണ്ടാകാം, ഇതെല്ലാം ഗ്രാറ്റിറ്റ്യൂഡായി എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഇത് പറയുമ്പോൾ എനിക്കറിയാം, നിങ്ങൾ ഒരു ഗ്രീഫ് അനുഭവിക്കുന്ന ആളാണെങ്കിൽ, ബ്രേക്കപ്പ് അനുഭവിക്കുന്ന ആളാണെങ്കിൽ അത് വളരെയധികം ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തീർച്ചയായും അറിയുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പുസ്തകത്തിൽ റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. നേരത്തെ പറഞ്ഞ ബുക്കുകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, ദ തിയറി ഓഫ് അറ്റാച്ച്മെന്റ് പുസ്തകത്തിനോട് പറഞ്ഞതാണ്, ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ച് ആളുകളുടെ ബ്രേക്കപ്പ് ഹാബിറ്റ്സും മാറുവാൻ സാധ്യതയുണ്ട്. കഴിയുമെങ്കിൽ ബ്രേക്കപ്പുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. എസ്പെഷ്യലി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഡിവോഴ്സുകൾ ഒഴിവാക്കാനായി ശ്രമിക്കുക. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ആ വിവാഹത്തെ വേർപിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് പറയാൻ കാരണം, ഒരു ബന്ധം വേർപിരിക്കുമ്പോൾ, ഒരു ഡിവോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി എന്താണെന്നുള്ളതാണ്. അടുത്ത ജീവിതം നന്നാക്കാമെന്ന ചിന്തയോടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നന്നാകണമെന്നില്ല. ആദ്യത്തെ ബന്ധം തന്നെ നന്നാക്കുവാനായിട്ട് എങ്ങനെ ശ്രമിക്കുവാൻ സാധിക്കും. അതിനായി ഞാൻ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ്, അവോയ്ഡൻസ്, സെക്യൂർ തുടങ്ങിയ റിലേഷൻഷിപ്സിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ആ ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. ഒരു ബന്ധത്തിലേക്ക് പോയി ആ ബന്ധം തെറ്റായി, അത് ബ്രേക്കപ്പ് ആകുന്നു, അതിലൂടെ ഇമോഷണൽ വൂൺസ് ഉണ്ടാകുന്നു, ആ വൂൺസ് ഉണങ്ങാൻ സാധിക്കാതെ വരുന്നു. പിന്നീട് അടുത്ത ബന്ധത്തിൽ ആ വൂണ്ടുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമോ എന്ന് പേടിക്കുകയും അങ്ങനെ ആ ഒരു ബന്ധം പിന്നീടും വഷളാകാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബ ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കുടുംബമാണെങ്കിൽ ആ വിവാഹ ബന്ധം വേർപെടുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു. രണ്ടാമത് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിൽ ആ പുതിയ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തങ്ങളുടെ കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നു. പഴയ കുടുംബത്തിലെ കുടുംബജീവിതത്തിലെ മിസ്റ്റേക്കുകൾ പുതിയ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. എപ്പോഴും നല്ല ബന്ധങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക. നല്ല ബന്ധങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ ഈ ബ്രേക്കപ്പ് എന്ന പ്രോസസ്സ് വളരെ ശാസ്ത്രീയമായി തന്നെ അല്ലെങ്കിൽ ബുദ്ധിപൂർവം തന്നെ ചെയ്ത് ഈ ബ്രേക്കപ്പിനെ മറികടന്നുകൊണ്ട് ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴും സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന്, എനിക്ക് തന്നെ നിൽക്കുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉണ്ടാകേണ്ടത്.
വേറെ എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വരും. പക്ഷേ ആ ചിന്ത കൊണ്ട് ആരെയും സ്നേഹിക്കാതിരിക്കുന്ന, കെയർ ചെയ്യാതിരിക്കുന്ന, കൺസിഡർ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരാതെ പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ ആണ്